ആയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ വെച്ച് നല്ല കിട്ടിയിലും ചക്കച്ചോള ഇട്ട് വരുന്നത്. ചക്ക കിട്ടിയത് അമ്മ നോക്കുന്ന ചക്കവരട്ടി എങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ പിന്നെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്ത് ചക്ക കുനുകുനാന്നരിഞ്ഞു. ദെൻ നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കി. അത് കഴിഞ്ഞ് പഞ്ചസാര ഏലക്കി ഒന്ന് പൊടിച്ചിടും. പിന്നെ നമ്മൾ നേരത്തെ കുനുകുനാന്നരിഞ്ഞു വെച്ച് ചക്ക പീസസ് ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുത്ത് അടിച്ചിടും. അങ്ങനെ ഈ പേസ്റ്റ് രൂപത്തിലായിട്ടുള്ള ചക്ക നല്ല കിട്ടിയിലും നെയ്യെടുത്ത് നല്ല ചൂടായ പാനിലോട്ടിട്ട് അത് ചൂടാകുമ്പോൾ അതിലോട്ട് അങ്ങ് ഒഴിക്കും. പിന്നെന്താ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലോട്ട് ഒഴിക്കും. ഇതിന്റെ ഒപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ എന്റെ മമ്മിന്ന് യൂട്യൂബിൽ നോക്കി സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മുടെ ചക്കവരട്ടി തിളച്ച് വരുമ്പോൾ കുറെ നെയ്യ് ഇട്ട് കൊടുക്കുക. എത്ര നെയ്യ് കൂടുന്നോ അത്രയും ടേസ്റ്റ് കൂടും. പിന്നെ ഏലക്ക പഞ്ചസാര പൊടിയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ചക്കവരട്ടി ഇത് ഈ പരുവത്തിലാവും. ഇതായി കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ചൂടാറാവാതെ എടുത്തു കഴിച്ചാൽ വായ പൊള്ളും. അതുകൊണ്ട് നമുക്ക് ചൂടാറുമ്പോഴത്തേനും ഡിന്നർ കഴിച്ചിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാമ്പഴ പുളിശ്ശേരി, മത്തിക്കറി, മത്തി വറുത്തത്, നല്ല ചെറുപയർ ഉപ്പേരി, പപ്പടം. കുറച്ച് കൂടുതൽ എരിവും കുറച്ച് മധുരമൊക്കെ ആയിട്ട് ഈ ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഹെവി മീൽസ് കഴിഞ്ഞ് നമ്മളെ ഈ മധുരമുള്ള ചക്കവരട്ടിയും കഴിക്കണം. വാ.